ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം. ഈ അഷ്ടമസ്കന്ധത്തിൽ ഓരോരോ മന്വന്തരങ്ങളിലായി സദ്ധർമ്മത്തെ സംരക്ഷിക്കാനായി ഭഗവാൻ കൈക്കൊണ്ട യജ്ഞദേവൻ തുടങ്ങിയ ആ അവതാരങ്ങളുടെ ലീലകളാണ് പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ ആദ്യ 4 മന്വന്തരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പിന്നീട് 2, 3, 4 അധ്യായങ്ങളിലായിട്ട് ഗജേന്ദ്രമോക്ഷം, പിന്നെ 5 മുതൽ 12 വരെ അധ്യായങ്ങളിലായിട്ട് പാലാഴി മഥനം, തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ, 13, 14 അധ്യായങ്ങളിലായിട്ട് വരാനിരിക്കുന്ന മന്വന്തരങ്ങളെ കുറിച്ച് പറയുന്നു. 15 മുതൽ 23 വരെ അധ്യായത്തിൽ മഹാബലിയുടെ ചരിതം, പിന്നെ 24-ൽ മത്സ്യാവതാര കഥയുടെ ഒരു അനുക്രമം. സ്വയംഭുവ മനുവിൻ്റെ കഥയും തുടർന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയെക്കുറിച്ചുമാണ് ഇത്രയും നേരം കേട്ടത്. അതുകൊണ്ട് തന്നെ പരീക്ഷിത് രാജാവ് ചോദിക്കുകയാണ്. 1-ാമത്തെ ശ്ലോകം. സ്വയംഭുവസ്യ ഇഹ ഗുരോ വംശഃ അയം വിസ്തരാത് ശ്രുതഃ യത്ര വിശ്വസൃജാം സർഗോ മനൂൻ അന്യാൻ വദസ്വ നഹ. ഹേ ഗുരുദേവ, അല്ലയോ ശുഗബ്രഹ്മർഷേ, ഇഹ അങ്ങിപ്പോൾ സ്വയംഭുവസ്യ മനോഹോ അയം വംശഃ, സ്വയംഭുവൻ എന്ന മനുവിൻ്റെ വംശത്തെ വിസ്തരാത് ശ്രുതം, വിസ്തരിച്ച് എന്നെ കേൾപ്പിച്ചു. ഈ ഒരു വംശത്തിലാണല്ലോ യത്ര വിശ്വസൃജാം, മരീചി തുടങ്ങിയ പ്രജാപതിമാരുടെ സർഗഹ, സന്താന ഉത്പാദനം ഉണ്ടായല്ലോ. ഇനി അന്യാൻ മനൂൻ, മറ്റുള്ള മനുക്കളെ കുറിച്ചും നഹ വതസ്വ, ഞങ്ങൾക്ക് ചൊല്ലിത്തന്നാലും. 2-ാമത്തെ ശ്ലോകം. യത്ര യത്ര ഹരേർ ജന്മ കർമാണി ച മഹീയസഃ ഗൃണന്തി കവയോ ബ്രഹ്മൻ താനി നോ വദ ശൃണ്വതാം. ഹേ ബ്രഹ്മൻ, യത്ര യത്ര ഏതേതു മന്വന്തരങ്ങളിൽ മഹീയസഹ മഹിമയെഴുന്ന ഹരേഹേ ജന്മ ഭഗവാൻ ശ്രീഹരിയുടെ അവതാരത്തെയും കർമാണി കർമ്മങ്ങളെയും കവയഃ ഗൃണന്തി ക്രാന്തദർശികളായ ജ്ഞാനികൾ വർണ്ണിച്ചു പറയുന്നുവോ, താനി അവയെ ശൃണ്വതാം കേൾക്കാൻ വെമ്പൽ കൊള്ളുന്ന നഹ ഞങ്ങൾക്ക് വദ പറഞ്ഞു തരിക. 3-ാമത്തെ ശ്ലോകം. യത് യസ്മിൻ അന്തരേ ബ്രഹ്മൻ ഭഗവാൻ വിശ്വഭാവനഃ കൃതവാൻ കുരുതേ കർത്താ ഹി അതീതേ അനാഗതേ അദ്യവാ. ഹേ ബ്രഹ്മൻ, വിശ്വഭാവനഃ ഭഗവാൻ, ലോകപാലകനായ ഭഗവാൻ ശ്രീഹരി, അതീതേ കഴിഞ്ഞുപോയ, യസ്മിൻ അന്തരേ യാതൊരു മന്വന്തരത്തിൽ, യത് കൃതവാൻ യാതൊന്ന് ചെയ്തിരുന്നുവോ, അനാഗതേ വരാൻ പോകുന്നതിൽ, യത് യാതൊന്ന് കർത്ത ചെയ്യാനിരിക്കുന്നുവോ, അദ്യ ഇപ്പോൾ നിലവിൽ എന്താണോ ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം പറഞ്ഞു തരിക. ഈ ഒരു ചോദ്യം കേട്ട് ഋഷിരുവാച, ശുഗബ്രഹ്മർഷി പറയുകയാണ്. 4-ാമത്തെ ശ്ലോകം. മനവഃ അസ്മിൻ, മനവോ അസ്മിൻ വ്യതീതാഃ ഷഡ്കൽപേ സ്വയംഭുവാദയഃ ആദ്യഃ തേ ആദ്യസ്തേ കഥിതോ യത്ര ദേവാദീനാം ച സംഭവഃ. അസ്മിൻ കൽപ്പേ ഈ കൽപ്പത്തിൽ, സ്വയംഭുവാദയഃ സ്വയംഭുവൻ തുടങ്ങിയ, ഷഡ്മനവഃ 6 മനുക്കൾ, വ്യതീതാഹ കഴിഞ്ഞിരിക്കുന്നു. അതായത് ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് കഥ പറഞ്ഞു കൊടുക്കുന്ന ആ അവസരത്തിൽ പറയുകയാണ്, ഇതുവരെയായി 6 മന്വന്തരങ്ങൾ കഴിഞ്ഞു.
ഇതിൽ തന്നെ സ്വയംഭുവ മനുവിന്റെ എത്ര യാതൊരാളുടെ കാലത്താണോ ദേവാദീനാം സംഭവ, ദേവന്മാരുടെയും മറ്റും ഉദ്ഭവമുണ്ടായത്, ആദ്യഹച, ആദ്യത്തേതായ ആ മനു ആര് എന്നതും തേ കഥിത, അങ്ങേക്ക് പറഞ്ഞു തരപ്പെട്ടു. അഞ്ചാമത്തെ ശ്ലോകം. ആകൂത്യാം ദേവഹൂത്യാം ച ദുഹിത്രോഹോ തസ്യ വൈ മനോഹോ ധർമ്മജ്ഞാനോപദേശാർത്ഥം ഭഗവാൻ പുത്രതാം ഗതഃ. തസ്യ വൈ, അതേ മനോഹോ, മനുവിന്റെ ദുഹിത്രോഹോ പുത്രിമാരായ ആകൂത്യാം ദേവഹൂത്യാം ച, ആകൂതിയിലും ദേവഹൂതിയിലും ധർമ്മജ്ഞാനോപദേശാർത്ഥം, കർമ്മയോഗത്തിൻ്റെയും സാഖ്യയോഗത്തിൻ്റെയും ഉപദേശത്തിനു വേണ്ടി ഭഗവാൻ പുത്രതാം ഗതഃ, പുത്രഭാവത്തിൽ സംപ്രാപ്തനായി. ഇതിൽ തന്നെ ആദ്യമുണ്ടായ കപിലാവതാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് പറയുകയാണ്. ആറാമത്തെ ശ്ലോകം. കൃതം പുരാ ഭഗവതഃ കപിലസ്യ അനുവർണിതം ആഖ്യാസേ ഭഗവാൻ യജ്ഞോ യച്ചകാര കുരുദ്വഹ. ഹേ കുരുദ്വഹ, പുരാ പണ്ട്, ഭഗവതഃ കപിലസ്യ, ഭഗവാനായ കപിലാചാര്യന്റെ, കൃതം പ്രവർത്തനം, അനുവർണിതം ഞാൻ വളരെ വിസ്തരിച്ച് പറഞ്ഞതാണ്. ഇനി ഭഗവാൻ യജ്ഞഃ, യജ്ഞദേവൻ, യത് ചകാര, യാതൊന്ന് പ്രവർത്തിച്ചുവോ അത് ഞാനിനി ആഖ്യാസേ പറഞ്ഞു തരാം. അപ്പോൾ സ്വയംഭുവമനുവിന്റെ ഒരു മകളായ ദേവഹൂതിയിൽ ഭഗവാൻ സാഖ്യയോഗത്തിന്റെ പ്രവർത്തകനായ കപിലമുനിയായിട്ട് അവതരിച്ച കഥ തൃതീയ സ്കന്ധത്തിൽ വളരെ വിസ്തരിച്ച് നമ്മൾ കേട്ടുകഴിഞ്ഞതാണ്. ഇനി മറ്റൊരു പുത്രിയായ ആകൂതിയിൽ സദ്ധർമ്മരക്ഷയ്ക്കു വേണ്ടി അവതരിച്ച യജ്ഞദേവന്റെ ചരിതവും പറഞ്ഞു കേൾപ്പിക്കാമെന്നാണ് ശുകബ്രഹ്മർഷി പറഞ്ഞത്. ഏഴാമത്തെ ശ്ലോകം. വിരക്തഃ കാമഭോഗേഷു ശതരൂപാപതിഃ പ്രഭുഃ വിസൃജ്യ രാജ്യം തപസേ സഭാര്യോ വനം ആവിശത്. ശതരൂപാപതിഃ, ശതരൂപയുടെ ഭർത്താവും പ്രഭുഃ, രാജകീയ പ്രഭാവത്തോടു കൂടിയവനും ആയിരുന്ന സ്വയംഭുവൻ, കാമഭോഗേഷു വിരക്തഃ, വിഷയസുഖാനുഭവങ്ങളിൽ വിരക്തനായിട്ട്, രാജ്യം വിസൃജ്യ, രാജ്യത്തെ പരിത്യജിച്ച്, തപസ്സേ, തപശ്ചര്യയ്ക്കായി, സഭാര്യഃ, ഭാര്യയോടുകൂടെ, വനം ആവിശത്, വനത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആദ്യത്തെ മനുവായ സ്വയംഭുവ മനു എല്ലാ കാമനകളും തീർത്ത് കഴിഞ്ഞിട്ട് ഇതിലൊന്നും അർത്ഥമില്ല എന്ന രീതിയിൽ വിരക്തനായിട്ട് ഭാര്യയോടുകൂടി വനത്തിലേക്ക് പോയി. എട്ടാമത്തെ ശ്ലോകം. സുനന്ദായാം വർഷശതം പദൈകേന ഭുവം സ്പൃശൻ തപ്യമാനഃ തപോ ഘോരം ഇദം അന്വാഹ ഭാരത. ഹേ ഭാരത, വർഷശതം 100 വർഷക്കാലം, സുനന്ദായാം, സുനന്ദ നദീതടത്തിൽ, ഏകേന പദ, ഒരു പാദത്താൽ മാത്രം, ഭുവം സ്പൃശൻ, ഭൂമിയെ സ്പർശിച്ചുകൊണ്ട്, ഘോരം തപഃ, ഘോരമായ തപസ്സിനെ, തപ്യമാനഃ, അനുഷ്ഠിച്ചു വരവേ, ഇദം അന്വാഹ, ഇപ്രകാരം അദ്ദേഹം തനിക്ക് സമാധി അവസ്ഥയിൽ ഉണ്ടായ അനുഭൂതിയെ അത് പുറത്തേക്ക് ഒരു ശ്ലോകരൂപേണ ചൊല്ലുകയാണ്. സമാധി അവസ്ഥയിൽ മനു പറഞ്ഞ ശ്ലോകങ്ങളാണ് ഇനി വർണ്ണിക്കുന്നത്. 9ാമത്തെ ശ്ലോകം. യേന ചേതയത്തെ വിശ്വം വിശ്വം ചേതയത്തെ നയം യോ ജാഗർത്തി ശയാനേ അസ്മിൻ ന അയം തം വേദ വേദ സഹ. യേന, യാതൊരുവനാൽ, വിശ്വം ചേതയത്തെ, ഈ ഒരു ലോകം ചൈതന്യവത്തായി ഇരിക്കുന്നുവോ, യം, യാതൊരുവനെ, വിശ്വം ന ചേതയത്തെ, എന്നാൽ യാതൊരു ഭഗവാനെയാണോ ലോകം ചൈതന്യവത്താക്കാത്തത്, അസ്മിൻ, ഈ ലോകം, ശയാനെ, സുഷുപ്തിയിൽ അമരുമ്പോൾ, യഹ, യാതൊരുവനാണോ, ജാഗർത്തി, ഉണർന്നിരിക്കുന്നത്, തം, അവനെ, അയം നവേദ, ഈ ലോകത്തിൽ ആരും തന്നെ അറിയുന്നില്ല, എന്നാൽ സഹവേദ, അവൻ ഈ ലോകത്തെ എല്ലാം അറിയുന്നു. ഈ ലോകത്തെ
ചൈതന്യവത്താക്കുന്ന ഭഗവാനെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളൊക്കെ ഉറക്കത്തിലാകുമ്പോഴും ഭഗവാൻ ഉണർന്നിരിക്കുന്നു. നമ്മൾ ആ ഭഗവാനെ അറിയുന്നില്ല, എന്നാൽ നമ്മെ എല്ലാവരെയും ഭഗവാൻ അറിയുന്നു. 10ാമത്തെ ശ്ലോകം. ആത്മാവാസ്യം ഇദം വിശ്വം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീധാമാകൃത കസ്യസ്വിത് ധനം. ഇദം വിശ്വം, ഈ ലോകവും, ജഗത്യാം, ലോകത്തിലുള്ള യത് കിഞ്ച, ഏതേത് ജഗത് ചരാചര നിവഹവും, ആത്മാവാസ്യം, ഈശാവാസ്യം ഇദം എന്നതിൻ്റെ മറ്റൊരു രൂപാന്തരമാണ്. ആ ഉപനിഷത്തിന്റെ മറ്റൊരു പഠന ഭാഗമാണിത്. ആത്മസ്വരൂപനായ ഈശ്വരനാൽ അഭിവ്യാപ്തമാകുന്നു. ഇവിടെ ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ല. ഇനി നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പണം വേണം, ധാന്യാദികൾ വേണം. എന്നാൽ അതൊക്കെ അവനവന്റെ കർമ്മഫലത്തിനനുസരിച്ച് തേന തെക്തേന, ആ ഈശ്വരൻ നിങ്ങൾക്കായി നൽകപ്പെട്ടത് കൊണ്ട് തൃപ്തിയോടെ ഭുഞ്ജീധ, ഭോഗങ്ങളെ അനുഭവിക്കുക. മറ്റുള്ളവർക്ക് എന്ത് കിട്ടി എന്ന് നോക്കരുത്. കസ്യസ്വിത് ധനം മാ ഗൃധഃ, ആരുടെയും സമ്പത്തിനെ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. 11ാമത്തെ ശ്ലോകം. യം ന പശ്യതി പശ്യന്തം ചക്ഷുഹു യസ്യ ന രിഷ്യതി തം ഭൂതനിലയം ദേവം സുപർണം ഉപധാവത. പശ്യന്തം, എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന യം, യാതൊരുവനെ, ന പശ്യതി, മനുഷ്യർ കാണുന്നില്ലയോ. നമ്മുടെ ഉള്ളിലെ കണ്ണായിട്ട്, കണ്ണിന്റെ ചൈതന്യമായിട്ടിരിക്കുന്ന ആ ഭഗവാനെ നമുക്ക് തിരിച്ചു കാണാൻ സാധിക്കില്ല. അതേസമയം യസ്യ ചക്ഷുഹു നരിഷ്യതി, യാതൊരുവന്റെ നിരീക്ഷണം ഒരിക്കലും മന്ദീഭവിക്കുന്നില്ല, അതെപ്പോഴും ഊർജസ്വലമായിട്ടിരിക്കുന്നു. എപ്പോഴും ഭഗവാൻ എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. തം ഭൂതനിലയം, അങ്ങനെയുള്ളവനും സകല ചരാചരങ്ങളുടെയും അന്തസ്ഥിതനും ദേവം, സ്വയം പ്രകാശനും, സുപർണം, ഒന്നിനോടും ആസക്തിയില്ലാതെ, സംഘമില്ലാതെ അസംഗനായിട്ടുള്ള ആ ഈശ്വരനെ ഉപധാവത, ശരണം പ്രാപിക്കുവിൻ. 12ാമത്തെ ശ്ലോകം. ന യസ്യ ആദ്യന്തൗ മധ്യം ച സ്വഹ പരോ ന അന്തരം ബഹിഃ വിശ്വസ്യ അമൂനി യത് യസ്മാത് വിശ്വം ച തത് ഋതം മഹത്. യസ്യ, യാതൊന്നിന്, ആദ്യന്തൗ, ആദിയും അന്തവും, മധ്യം ച, മധ്യവും ന, ഇല്ലയോ, സ്വഹ പരഹ, എന്റേതെന്നും എന്റേതല്ലാത്തത് അങ്ങനെയും ഒന്നുമില്ലയോ, ആന്തരം ബഹിഹി, അകവും പുറവും ഇല്ലയോ, വിശ്വസ്യ അമൂനി, എന്നാൽ ഈ ലോകത്തിൽ ഇവയെല്ലാം യസ്മാത്, യാതൊന്നിൽ നിന്ന് ഉണ്ടാകുന്നുവോ, ഇനി അല്ല, വിശ്വം ചയത്, ഈ ലോകം തന്നെയും അവനാകുന്നുവോ, തത് മഹത്, ആ സർവവ്യാപ്തമായ ഈശ്വര സ്വരൂപം, ഋതം, നിത്യസത്യമാകുന്നു. ഇതൊക്കെ ഋഷി തുല്യനായ സ്വയംഭുവ മനുവിന്റെ സമാധി അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്ന അനുഭവവാക്യങ്ങളാണ്. അദ്ദേഹം സ്വയം അനുഭവിച്ചത്, അദ്ദേഹം തുറന്നു പറഞ്ഞതാണ് ഈ പറഞ്ഞ ശ്ലോകങ്ങളെല്ലാം. സഹ വിശ്വകായഃ പുരുഹൂത ഈശഃ സത്യഃ സ്വയം ജ്യോതിഃ അജഃ പുരാണഃ ധത്തേ അസ്യ ജന്മാദി അജയാ ആത്മശക്ത്യാ താം വിദ്യയാ ഉദസ്യ നിരീഹ ആസ്തേ. വിശ്വകായഃ, ഈ ലോകമാകുന്ന ശരീരം പൂണ്ടവനും, പുരുഹൂതഃ, അസംഖ്യം നാമങ്ങളോട് കൂടിയവനും ആണെന്നിരിക്കലും, സത്യഃ, എന്നെന്നും നിലകൊള്ളുന്നവനും, സ്വയം ജ്യോതിഃ, സ്വയം പ്രകാശനും, അജഃ, ജന്മരഹിതനും, പുരാണഃ, ആദിയിൽ തന്നെ ഉള്ളവനുമായ സഹ ഈശ്വരഃ, ആ ഈശ്വരൻ, ആത്മശക്തിയ, തൻ്റെ തന്നെ ശക്തി സ്വരൂപമായ അജയ, മായ കൊണ്ട്, അസ്യ ജന്മാതിധത്തെ, ഈ ലോകത്തിൻ്റെ ഉദ്ഭവ സ്ഥിതി പ്രളയങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ അതേ ഭഗവാൻ വിദ്യയ, തൻ്റെ ആത്മസ്വരൂപമാകുന്ന ശക്തി കൊണ്ട്, താം, ആ മായയെ ഉദസ്യ, നീക്കിക്കളഞ്ഞ്,
നിരീഹ ഒന്നും ചെയ്യാത്തവനായി സർവസാക്ഷിയായി ആസ്തേ സ്ഥിതി ചെയ്യുന്നു. 14-ാമത്തെ ശ്ലോകം. അഥ അഗ്രേ ഋഷയഃ കർമാണി ഈഹന്തെ അകർമ്മഹേതവേ ഈഹമാനോ ഹി പുരുഷഃ പ്രായഃ അനീഹാം പ്രപദ്യത്തെ. അഥ ആകയാൽ, അതായത് ഭഗവാൻ എല്ലാറ്റിലും ഉണ്ടെങ്കിലും എന്നാൽ എല്ലാറ്റിൽ നിന്നും വ്യതിരിക്തനായിട്ട് വിട്ടു നിൽക്കുന്നവനായി അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു തലത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഋഷിമാർ അകർമ്മഹേതവേ നിഷ്ക്രിയത്വം മുക്തി സിദ്ധിക്കുന്നതിനു വേണ്ടി അഗ്രേ ആദ്യമൊക്കെ കർമാണി ഈഹന്തെ, ഇവിടെ കർമ്മം എന്നതുകൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കുന്നു. സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ തന്നെ കർമ്മം ചെയ്യും. അവർ കർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ ആ ഫലം ഇച്ഛിച്ചാണ് കർമ്മം ചെയ്യുന്നത് തോന്നും. അത്രയും ആത്മാർത്ഥതയോടെ കർമ്മം ചെയ്യും. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക, അപ്പോഴാണ് കർമ്മയോഗമായി തീരുന്നത്. ഹി എന്തെന്നാൽ ഈഹമാനഹ ഇങ്ങനെ അനാസക്തനായി കർമാനുഷ്ഠാനത്തിൽ ഏർപ്പെടുന്ന ഒരു പുരുഷഃ മനുഷ്യൻ, അവൻ പോലും അറിയാതെ പ്രായഃ അനീഹാം പ്രപദ്യതേ ഒടുവിൽ നിഷ്ക്രിയത്വത്തെ, അതായത് നിഷ്കാമമായി ഭഗവാനെ സേവിച്ച് സേവിച്ച് ഉള്ളിൽ യഥാർത്ഥ വിരക്തി വരുന്നതാണ്. 15-ാമത്തെ ശ്ലോകം. ഈഹദേ ഭഗവാൻ ഈശഃ നഹി തത്ര വിഷജ്യതേ ആത്മലാഭേന പൂർണ്ണാർത്ഥോ ന അവസീദന്തി യേനു തം. ഭഗവാൻ ഈശഃ ജ്ഞാനനിധിയായ ഭഗവാൻ ഇവിടെ ഒരുപാട് കർമ്മങ്ങൾ ഈഹത്തെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് താൻ ചെയ്യുന്നു എന്ന ഭാവം തീരെയില്ല. തത്ര നഹി വിഷജ്യതേ അതിനോട് ഒട്ടുന്നില്ല, ആസക്തനാകുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ആസക്തനാവാത്തത്? ആത്മലാഭേന പൂർണ്ണർത്ഥഃ ഭഗവാൻ തന്നെ തന്നെ ലഭിച്ചവനാണ്. താൻ ആരെന്ന സത്യത്തെ അറിഞ്ഞുകൊണ്ട് ആ സത്യത്തിലാണ് ഭഗവാൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണകാമനാണ്. ഇങ്ങനെയുള്ള ഭഗവാനെ തം അനു ഭഗവാനെ അനുസന്ധാനം ചെയ്താൽ മാത്രം മതി. നിരന്തരം ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ അവർ തളരുന്നില്ല. അവസീദന്തി അവർ തളരുകയോ കർമ്മബന്ധത്തിൽ കുടുങ്ങുകയോ ചെയ്യുന്നില്ല. 16-ാമത്തെ ശ്ലോകം. തം ഈഹമാനം നിരഹംകൃതം ബുധം നിരാശിഷം പൂർണ്ണം അനന്യചോദിതം നൃൻ ശിക്ഷയന്തം നിജവത്മ സംസ്ഥിതം പ്രഭും പ്രപദ്യേ അഖിലധർമ്മഭാവനം. ബുധം ബോധാത്മകനായും നിരഹംകൃതം അഹങ്കാരരഹിതനായും പൂർണ്ണം എങ്ങും എന്നും നിറഞ്ഞു നിൽക്കുന്നവനായും നിരാശിഷം എല്ലാ കാമനകളിൽ നിന്നും മുക്തനായും അനന്യചോദിതം മറ്റ് പരപ്രേരണകളൊന്നുമില്ലാതെ സ്വതന്ത്രനായിട്ട് ഈഹമാനം തൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നവനായും നിജവർമ്മ സംസ്ഥിതം തൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നൃൻ ശിക്ഷയന്തം മനുഷ്യരെ ഓരോരോ ഗുണപാഠങ്ങൾ പഠിപ്പിക്കുന്നതിനായിട്ട് ഓരോ അവതാരമൊക്കെ എടുത്ത് വരുന്നവനും അഖിലധർമ്മഭാവനം സകല സത്കർമ്മങ്ങളുടെ പ്രവർത്തകനുമായിരിക്കുന്ന പ്രഭും പ്രപദ്യേ ആ സർവശക്തനെ ഞാൻ ആശ്രയിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്തുതി തൻ്റെ സമാധി അവസ്ഥയിൽ സ്വയം അനുഭവത്തിൽ നിന്ന് സ്വയംഭുവമനു ഉച്ചരിച്ചതാണ്. ഇനി ശ്രീശുക ഉവാച 17-ാമത്തെ ശ്ലോകം. ഇതി മന്ത്രോപനിഷദം വ്യാഹരന്തം സമാഹിതം ദൃഷ്ട്വാ അസുരാഹ യാതുധാനാഹ ജഗ്ധും അഭ്യദ്രവൻ ക്ഷുധാ. ഇതി മന്ത്രോപനിഷദം ഇപ്രകാരം മന്ത്രരൂപത്തിലുള്ള വേദാന്തവാക്യത്തെ വ്യാഹരന്തം ഉരുവിട്ടുകൊണ്ട് സമാഹിതം ഏകാഗ്രഭാവനയോടെ ഇരിക്കുന്ന ആ മനുവിനെ ദൃഷ്ട്വാ കണ്ടിട്ട് അവിടെയുണ്ടായ അസുരാഹ അസുരന്മാരും യാതുധാനാഹ രാക്ഷസന്മാരും ക്ഷുധാ അവരുടെ വിശപ്പ് നിമിത്തം ഈ മനുവിനെ ജഗ്ധും ഭക്ഷിക്കുവാനായി അഭ്യദ്രവൻ നേരിട്ട് പാഞ്ഞു വന്നു. 18-ാമത്തെ ശ്ലോകം. ഇങ്ങനെ സ്വയംഭുവ മനുവിനെ രക്ഷിക്കാനായി
യജ്ഞദേവൻ ദേവന്മാരോടുകൂടി അവിടെ എത്തി എന്ന് പറയുന്നു. താൻ തഥാ അവസിതാൻ വീക്ഷ്യ യജ്ഞഃ സർവഗതോ ഹരിഃ യാമൈഃ പരിവൃതോ ദേവൈഃ ഹത്വാ അശാസത് ത്രിവിഷ്ടപം. തഥാ ആ അവസരത്തിൽ, തഥാ അവസിതാൻ നിശ്ചയിച്ചു വന്ന, ഇങ്ങനെ ആ മനുവിനെ കൊല്ലണം എന്ന് നിശ്ചയിച്ചു വന്ന താൻ ദൃഷ്ട്വ ആ അസുരന്മാരെ കണ്ടിട്ട്, സർവഗതഃ ഹരിഃ സർവാന്തര്യാമിയായ ശ്രീഹരിയാകുന്ന യജ്ഞഃ യജ്ഞദേവൻ, യാമൈഃ ദേവൈഃ യാമൻ തുടങ്ങിയ ദേവൈഃ ദേവന്മാരാൽ പരിവൃതഃ പരിവൃതനായി ആ ദൈത്യന്മാരെ ഹത്വ വധിച്ചിട്ട് പിന്നീട് ത്രിവിഷ്ടപം അശാസത് സ്വർഗലോകത്തെ ഭരിച്ചു. സാധാരണ ഓരോ മന്വന്തരത്തിലും ഭഗവാന് ഒരു അവതാരമുണ്ടാകും, അത് കൂടാതെ ഇന്ദ്രനായി മറ്റൊരാളാകും ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഈ ഒരു സ്വായംഭുവ മന്വന്തരത്തിൽ ഭഗവാന്റെ അംശാവതാരവും ഇന്ദ്രനും യജ്ഞദേവൻ തന്നെയായിരുന്നു. ഇങ്ങനെ ഒന്നാമത്തെ മന്വന്തരത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ മന്വന്തരത്തെ കുറിച്ചൊരു സൂചന തരികയാണ്. 19, 20 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. സ്വാരോചിഷോ ദ്വിതീയഃ തു മനുഃ അഗ്നേഃ സുതഃ അഭവത് ദ്യുമത് സുഷേണ രോചിഷ്മത് പ്രമുഖാഃ തസ്യ ച ആത്മജാഃ. തത്ര ഇന്ദ്രഃ രോചനഃ തു ആസീത് ദേവാശ്ച തുഷിതാദയഃ ഊർജസ്തംഭാദയഃ സപ്തഋഷയഃ ബ്രഹ്മവാദിനഃ. ദ്വിതീയഃ മനുഃ തു രണ്ടാമത്തെ മനുവാകട്ടെ അഗ്നേഃ സുതഃ സ്വാരോചിഷഃ അഗ്നിയുടെ പുത്രനായ സ്വാരോചിഷൻ ആയിരുന്നു. അഭവത് തസ്യ ആത്മജാഃ അദ്ദേഹത്തിന്റെ പുത്രന്മാർ ദ്യുമത് ദ്യുമാൻ, സുഷേണൻ, രോചിഷ്മത് രോചിഷ്മാൻ പ്രമുഖാഃ ഇവരൊക്കെ ആയിരുന്നു. ഇനി തത്ര ഇന്ദ്രഃ തു ആ മന്വന്തരത്തിലെ ദേവേന്ദ്രന്റെ പേര് രോചനഃ രോചനൻ എന്ന് ആസീത് ആയിരുന്നു. ഇനി ദേവന്മാരിൽ പ്രമുഖനായിരുന്നു തുഷിതാവ്. അപ്പോൾ ദേവാഹച തുഷിതാദയഃ തുഷിതാദികൾ ആ കാലത്തെ ദേവന്മാരായിരുന്നു. അതുപോലെ ഓരോ മന്വന്തരത്തിലും സപ്ത ഋഷികൾക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ ഊർജസ്തംഭാദികളായിട്ടുള്ള അവരുടെ പേരും ഇതുവരെ കേട്ടിട്ടുണ്ടാകില്ല. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മവാദിനഃ സപ്തഋഷയഃ വേദജ്ഞാനികളായിരുന്നു സപ്തർഷികൾ. ആ സ്വാരോചിഷ മന്വന്തരത്തിൽ ഉണ്ടായ ഭഗവാന്റെ അവതാരമായിരുന്നു വിഭു. അതിനെക്കുറിച്ച് 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഋഷേഃ തു വേദശിരഃ തുഷിതാ നാമ പത്ന്യഭൂത് തസ്യാം ജജ്ഞേ തതഃ ദേവോ വിഭുഃ ഇതി അഭിവിശ്രുതഃ. വേദശിരസഃ ഋഷേഃ തു വേദശിരസ് എന്നു പേരായ മഹർഷിക്ക് തുഷിത നാമ പത്നി അഭൂത് തുഷിത എന്നു പേരായ പത്നി ഉണ്ടായിരുന്നു. തതഃ അദ്ദേഹത്തിൽ നിന്ന് തസ്യാം അവളിൽ വിഭുഃ ഇതി അഭിവിശ്രുതഃ വിഭു എന്ന പേരിൽ അതിവിഖ്യാതനായിട്ട് ദേവഃ ജജ്ഞേ ഭഗവാൻ അവതരിച്ചു. വിഭുവായി അവതാരമെടുത്ത ആ ഭഗവാൻ ഒരു ഗുരുതുല്യനായിട്ട് എല്ലാവരെയും പരിശീലിപ്പിച്ചു വന്നിരുന്നു. അതാണ് 22ാമത്തെ ശ്ലോകം. അഷ്ട അശീതി സഹസ്രാണി മുനയഃ യോ ധൃതവ്രതാഃ അന്വശിക്ഷൻ വ്രതം തസ്യ കൗമാര ബ്രഹ്മചാരിണഃ. ധൃതവ്രതാഃ യമനിയമാദി വ്രതം സ്വീകരിച്ച അഷ്ടാശീതി അഷ്ട 8 അശീതി 80 അപ്പോ 88 സഹസ്രം 88,000 ഏ മുനയഃ മുനിമാർ കൗമാര ബ്രഹ്മചാരിണഃ കൗമാരം മുതൽക്ക് തന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്ന തസ്യ ആ വിഭുവിന്റെ വ്രതം നിഷ്ഠയെ അന്വശിക്ഷൻ അനുസരിച്ച് പരിശീലിച്ചിരുന്നു. ഇങ്ങനെ ഓരോ മന്വന്തരത്തിലും മനുവിന്റെ പുത്രന്മാർ, ദേവന്മാർ, ദേവേന്ദ്രൻ, സപ്തർഷികൾ, ഭഗവാന്റെ അംശാവതാരം ഇവ 6 മാറി മാറി വരുന്നു. 23ാമത്തെ ശ്ലോകം. തൃതീയ ഉത്തമോ നാമ പ്രിയവ്രതസുതോ മനുഃ
പവനഃ സൃഞ്ജയോ യജ്ഞഹോത്രാദ്യാഹ തത്സുതാഹ നൃപ. ഹേ നൃപ, തൃതീയ മനുഹു, മൂന്നാമത്തെ മന്വന്തരത്തിന്റെ മനു പ്രിയവ്രതസുതഃ, പ്രിയവ്രതന്റെ പുത്രനായ ഉത്തമഃ, ഉത്തമനായിരുന്നു. ഇനി ആ മനുവിന്റെ പുത്രാഹ തത്സുതാഹ പവനഃ സൃഞ്ജയഃ യജ്ഞഹോത്രാദ്യാഹ. പവനൻ, സൃഞ്ജയൻ, യജ്ഞഹോത്രൻ ഇവരായിരുന്നു. 24-ാമത്തെ ശ്ലോകം. വസിഷ്ഠതനയാഃ സപ്ത ഋഷയഃ പ്രമദാദയഃ സത്യാഃ വേദശ്രുതാഃ ഭദ്രാ ദേവാഃ ഇന്ദ്രഃ തു സത്യജിത്. ഈ ഒരു മന്വന്തരത്തിൽ വസിഷ്ഠതനയാഃ പ്രമദാദയഃ സപ്ത ഋഷയഃ, വസിഷ്ഠ മഹർഷിയുടെ പുത്രന്മാരായ പ്രമദൻ തുടങ്ങിയവരായിരുന്നു സപ്തർഷികൾ. അതുപോലെ സത്യാഹ, വേദശ്രുതാഹ, ഭദ്രാഹ ഇതൊക്കെയായിരുന്നു ദേവന്മാർ. ദേവാഹ, ഇന്ദ്രഹാത്തു, ഇനി ആ മന്വന്തരത്തിലെ ദേവേന്ദ്രൻ സത്യജിത്ത്, സത്യജിത്തായിരുന്നു. ഇനി ആ മന്വന്തരത്തിൽ ഭഗവാൻ സത്യസേനൻ എന്ന പേരിലാണ് അവതരിച്ചത്. ധർമ്മസ്യ സൂനൃതായാം തു ഭഗവാൻ പുരുഷോത്തമഃ സത്യസേന ഇതി ഖ്യാതോ ജാതഃ സത്യവ്രതൈഃ സഹ. ധർമ്മസ്യ, ധർമ്മദേവന്റെ, സൂനൃതായാം തു, സൂനൃത എന്ന ഭാര്യയിൽ, ഭഗവാൻ, ഭഗവാനായ പുരുഷോത്തമഃ മഹാവിഷ്ണു, സത്യവ്രതൈഃ സഹ, സത്യവ്രതന്മാരോടുകൂടെ, സത്യസേനഃ ഇതി ഖ്യാതഃ ജാതഃ, സത്യസേനൻ എന്ന് വിഖ്യാതനായി അവതരിച്ചു. 26-ാമത്തെ ശ്ലോകം. സഹ അനൃതവ്രത ദുശ്ശീലന അസതഃ യക്ഷരാക്ഷസാൻ ഭൂതദ്രുഹോ ഭൂതഗണാൻ തു അവധീത് സത്യജിത് സഖഃ. സഹ, ആ സത്യസേനൻ, സത്യജിത് സഖഃ, ആ മന്വന്തരത്തിലെ ദേവേന്ദ്രനായ സത്യജിത്തിന്റെ സുഹൃത്തായി വർത്തിച്ചിട്ട്, അനൃതവ്രത ദുശ്ശീലാൻ, നുണ മാത്രം പറയുക എന്ന ദുശ്ശീലമുള്ള, അസതഃ, അസത്തുക്കളും, ഭൂതദ്രുഹഃ, പ്രാണിദ്രോഹികളുമായ, യക്ഷരാക്ഷസാൻ, യക്ഷന്മാരെയും രാക്ഷസന്മാരെയും, ഭൂതഗണാൻ തു, ഭൂതഗണങ്ങളെയും, അവധീത്, കൊന്നൊടുക്കി. ഇതായിരുന്നു ആ ഭഗവാന്റെ അവതാര ലക്ഷ്യം. 27-ാമത്തെ ശ്ലോകം. ചതുർത്ഥ ഉത്തമ ഭ്രാത മനുഹു നാംനാ ച താമസഃ പൃഥുർജ്യോതിർനര കേതുഃ ഇത്യാദ്യാ ദശ തത്സുതാഃ. ചതുർത്ഥഃ, നാലാമത്തെ മനു, ഉത്തമ ഭ്രാത, ഉത്തമന്റെ ഭ്രാതാവും, താമസഃ നാംന, താമസൻ എന്ന് നാമത്തോടു കൂടിയവനും ആണ്. അപ്പോൾ അത് താമസ മന്വന്തരം. പൃഥുഃ ജ്യോതിഃ നരഃ കേതുഃ ഇത്യാദ്യാഃ ദശ തത്സുതാഃ. പൃഥു, ജ്യോതി, നരൻ, കേതു, ഇങ്ങനെ 10 മക്കളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 28-ാമത്തെ ശ്ലോകം. സത്യകാ ഹരയോ വീരാഃ ദേവാഃ ത്രിശിഖ ഈശ്വരഃ ജ്യോതിർധാമാദയഃ സപ്ത ഋഷയഃ താമസേ അന്തരേ. താമസേ അന്തരേ, താമസം എന്ന മന്വന്തരത്തിൽ സത്യകാഹ ഹരയഃ വീരാഹ, സത്യകന്മാർ, ഹരികൾ, വീരന്മാർ എന്നിവർ, ദേവാഹ, ദേവന്മാരും, ത്രിശിഖഃ, ത്രിശിഖൻ ഇന്ദ്രനും ആയിരുന്നു. ജ്യോതിർധാമാദയഃ സപ്ത ഋഷയഃ, ജ്യോതിർധാമാവ് തുടങ്ങിയ 7 പേർ ഋഷികളും ആയിരുന്നു, സപ്തർഷികൾ അവരായിരുന്നു. 29. ദേവാഹ വൈധൃതയഃ നാമ വിധൃതേഃ തനയാ നൃപ നഷ്ടാഃ കാലേന യൈഃ വേദ വിധൃതാഃ സ്വേന തേജസാ. വിധൃതേഃ തനയാഃ, വിധൃതിയുടെ പുത്രന്മാരും, വൈധൃതയഃ നാമ ദേവാഹ, വൈധൃതികൾ എന്നു പേരുള്ളവരുമായ ദേവന്മാർ വേറെയും ഉണ്ടായിരുന്നു. ഹേ നൃപ, യൈഹി കാലേന, യാതൊരുവരാൽ, കാലം കൊണ്ട്, നഷ്ടാഹ വേദാഹ, നശിച്ചിരുന്ന വേദങ്ങൾ, സ്വേന തേജസാ വിധൃതാഹ, സ്വകീയമായ പ്രതാപത്താൽ സമുദ്ധരിക്കപ്പെട്ടു. അപ്പോൾ ഈ ദേവന്മാരൊക്കെയാണ് അതിന് മുൻകൈയെടുത്തത് എന്ന് പറയുന്നു. 30-ാമത്തെ ശ്ലോകം.
തത്രാപി ജജ്ഞേ ഭഗവാൻ ഹരിണ്യാം ഹരിമേധസഃ ഹരിഃ ഇത്യാഹൃതഃ യേന ഗജേന്ദ്രഃ മോചിതോ ഗൃഹാത്. തത്രാപി ആ മന്വന്തരത്തിലും ഹരിമേധസഃ ഹരിമേധസ് എന്ന ഋഷിയുടെ ഹരിണ്യാം ഹരിണി എന്ന പത്നിയിൽ ഹരിഃ ഇതി ഹരി എന്ന് ആഹൃതഃ പേര് വിളിക്കപ്പെട്ടവനായി ഭഗവാൻ ജജ്ഞേ ഭഗവാൻ അവതരിച്ചു. ഈ ഹരിയാലാണ് ഗജേന്ദ്രഃ ഗ്രഹാത് മുതലയിൽ നിന്ന് മോചിതഃ മോചിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഗജേന്ദ്ര മോക്ഷത്തിനുള്ള ഒരു ആമുഖം പറഞ്ഞു വെക്കുകയാണ്. 31-ാമത്തെ ശ്ലോകം. ബാദരായണ ഏതത് തേ ശ്രോതും ഇച്ഛാമഹേ വയം ഹരിഃ യഥാ ഗജപതിം ഗ്രാഹഃ തം അമൂമുചത്. ഹേ ബാദരായണ അല്ലയോ വ്യാസപുത്ര, വയം ഞങ്ങൾ തേ ഏതത് ശ്രോതും ഇച്ഛാമഹേ ഈ ഒരു കാര്യം കേട്ടറിയാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പറഞ്ഞുവല്ലോ ഭഗവാൻ ഹരി എന്ന നാമത്തിൽ അവതരിച്ചു. ഈ ഹരി ഗ്രാഹഗ്രസ്തം മുതലയാൽ ഗ്രസിക്കപ്പെട്ട ഗജപതിം ഗജേന്ദ്രനെ യഥാ അമൂമുചത് ഏതു പ്രകാരത്തിൽ മോചിപ്പിച്ചു. 32-ാമത്തെ ശ്ലോകം. തത് കഥാസു മഹത് പുണ്യം ധന്യം സ്വസ്ത്യയനം ശുഭം യത്ര യത്ര ഉത്തമ ശ്ലോകഃ ഭഗവാൻ ഗീയത്തെ ഹരിഃ. യത്ര യത്ര ഉത്തമ ശ്ലോകഃ ഏതേതുകളിലൊക്കെ പാവനചരിതനും ഭഗവാൻ ഹരിഃ സർവൈശ്വര്യാദിപൂർണനുമായ ശ്രീഹരി ഗീയത്തെ കീർത്തിക്കപ്പെടുന്നുവോ തത് കഥാസു ആ കഥകളിലെല്ലാം മഹത് മഹത്തും ധന്യം പ്രശംസനീയവും സ്വസ്ത്യയനം ക്ഷേമകരവും ശുഭം മംഗളകരവുമായ പുണ്യം സത്ഫലമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ഉൾപ്പെട്ടിട്ടുള്ള ഏത് കഥയും വെറുതെ കേൾക്കുന്നത് പോലും പുണ്യമാണ്. സൂത ഉവാച 33-ാമത്തെ ശ്ലോകം. പരീക്ഷിത ഏവം സതു ബാദരായണിഃ പ്രായോപവിഷ്ടേന കഥാസു ചോദിതഃ ഉവാച വിപ്രാഹ പ്രതിനന്ദ്യ പാർത്ഥിവം മുദാ മുനീനാം സദസി സ്മ ശൃണ്വതാം. ഹേ വിപ്രാഹ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ഇത് സൂതൻ ശൗനകാദികളെ വിളിക്കുകയാണ്. ഇങ്ങനെ ബാദരായണിഃ വ്യാസഭഗവാന്റെ മകനായ സഹതു ആ ശുഗ ബ്രഹ്മർഷിയാകട്ടെ കഥാസു കഥാശ്രവണത്തിനായി പ്രായോപവിഷ്ടേന പ്രായ ഉപവേശ വ്രതം അതായത് മരണപര്യന്തം ഉപവാസം സ്വീകരിച്ചിരിക്കുന്ന പരീക്ഷിത്താണ് ഈ കഥ കേൾക്കുന്നത്. ഇങ്ങനെയുള്ള പരീക്ഷിത്തിനാൽ ഏവം ചോദിതഃ ഇപ്രകാരം കഥ പറയാൻ പ്രേരിതനായിട്ട് പാർത്ഥിവം പൃഥ്വീപതിയായ ആ രാജാവിനെ മുദാ പ്രതിനന്ദ്യ സന്തോഷത്തോടെ അഭിനന്ദിച്ച ശേഷം ശൃണ്വതാ മുനീനാം സദസി ആ ശ്രോതാക്കളായിരിക്കുന്ന മറ്റ് മുനിമാരും ഒക്കെയുള്ള ആ സഭയിൽ വെച്ച് ഗജേന്ദ്രമോക്ഷം കഥ ഉവാചസ്മ പറഞ്ഞു തുടങ്ങി. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ മന്വന്തരാനുചരിതേ പ്രഥമോ അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.